Om Namah Shivaya, children. Good morning, children. Last week we learned about flowers. Before that, I wanted to tell you I gave you one project. Many submitted, but few of you have not submitted. കുറച്ച് കുട്ടികൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒന്ന് സബ്മിറ്റ് ചെയ്യണം. നിങ്ങളിത് ഇൻറ്റർണൽ മാർക്സിലാണ് പോകുന്നത്. ഈ പ്രൊജക്റ്റ് അസൈൻമെൻറ്റിൻ്റെ മാർക്ക് ഇൻറ്റർണൽ മാർക്സിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വാട്സപ്പിലോ സജിത മിസ്സിൻ്റെ വാട്സപ്പിലോ അയച്ചെന്നാൽ മതിയായിരുന്നു. വാട്സപ്പ് നമ്പറിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് ഫ്ലവേഴ്സ്. വി ലേൺ അബൌട്ട് ഫ്ലവേഴ്സ്. വാട്ട് വി ലേൺ? ഫ്ലവേഴ്സ്. Flowers are those who the plants that bear flowers are called flowering plants. Plants that do not bear flowers are called non-flowering plants. Flowers are different in shape. Flowers are different in color, shape and size. So, and they bloom in different times in the year, like some bloom in spring season, some bloom in summer season, some bloom in winter season. Like flowers like lilies and dahlia bloom in spring, gulmohar and jasmine bloom in late summer, rose and gladioli bloom in winter. Now how the flowers bloom from buds to they've changed to flowers. Flowers first appear as buds on the stem. The petals are very close together. Petals means ഇതള്. And the sepals surround the petal. സെപ്പലിൻ്റെ പുറത്തായിരിക്കും ഉണ്ടാവുക. പെറ്റലിൻ്റെ പുറത്തായിരിക്കും സെപ്പിൾസ് ഉണ്ടാവുക. സെപ്പിൾസ് സറൗണ്ട് ദ പെറ്റൽസ്. പെറ്റൽസ് ആദ്യം ഉണ്ടാവും, പിന്നെ ഇതിൻ്റെ പുറത്ത് ചെറിയ പച്ച കളറിൽ പെറ്റൽസ് ഉണ്ടാവും. ഗ്രാജുവലി ദ ബഡ് ഗ്രോസ് ഇൻ സൈസ് and the petals open into a beautiful flower. Flowers develop into fruits. Flowers ആണ് ചെറിയ ബേബി ഫ്രൂട്ടായിട്ട് മാറുന്നത്. ആ ബേബി ഫ്രൂട്ടാണ് പിന്നെയും ഒരു ഫ്രൂട്ടായിട്ട് മാറുന്നത്. ആ ഫ്രൂട്ടിലാണ് സീഡ്സ് ഉണ്ടാവുക. സീഡ്സ് ഓൺലി പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്. ആ സീഡ്സ് നിന്ന് പ്ലാന്റ് ആയിട്ട് മാറുന്നത്. സോ ഫ്ലവേഴ്സ് ആർ ദ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഓഫ് എ പ്ലാന്റ്. ഫ്ലവേഴ്സ് തന്നെയാണ് റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഓഫ് എ പ്ലാന്റ്. നെക്സ്റ്റ് എങ്ങനെയാണ് ഹണി കിട്ടുന്നത് നമുക്ക്? ഹണി ഫ്രം ഫ്ലവേഴ്സ്. ഫസ്റ്റ് what the bees collect nectar from the flowers, and the bees tell the other bees to where we get the nectar, and they also go and collect the nectar from the flower and carry them to the hive. The bees spit out the nectar where in the beehive, and they what they collected and seal it with wax. ആദ്യം ബീസ് നെക്ടർ കളക്ട് ചെയ്യൂ, എന്നിട്ടത് ബീ ഹൈവിൽ സ്പിറ്റ് ചെയ്യൂ. ആൻഡ് സീൽ ഇറ്റ് വിത്ത് വാക്സ് വെച്ചിട്ട് സീൽ ചെയ്ത് വെക്കൂ. ദെൻ സ്ലോലി ദ നെക്ടർ ടേൺസ് ഇൻ ടു ഹണി. ഇറ്റ് ഈസ് സ്റ്റോർഡ് ആസ് ഫുഡ് ഫോർ ദ ബീസ് ആൻഡ് ദ ബേബീസ്. കുട്ടികൾക്കും ബീസിനും വേണ്ടിയിട്ട് ഫുഡായിട്ട് ഉപയോഗിക്കാനാണ് ഇവർ കളക്ട് ചെയ്ത് വെക്കുന്നത്. Many people rear bees. They are called apiarists. Apiarist എന്ന് ആരെയാ പറയുക? അപ്പിയറിസ്റ്റ് ഞാൻ നല്ലോണം പറഞ്ഞിങ്ങനെ. അപ്പിയറിസ്റ്റ് എന്ന് പറഞ്ഞാൽ those who rear bees. വളർത്തുന്നത്, ബീസിനെ വളർത്തുന്നതാണ് അപ്പിയറിസ്റ്റ്. അവരെന്താ ചെയ്യുക? ദേ കളക്ട് ഹണി ആൻഡ് സെൽ ഇറ്റ് ഇൻ ദ മാർക്കറ്റ്. അവർ ഹണി കളക്ട് ചെയ്യും. ഈ ബീസിനെ വളർത്തി അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഹണീനെ കളക്ട് ചെയ്യും, എന്നിട്ട് മാർക്കറ്റിൽ പോയിട്ട് സെൽ ചെയ്യും. പിന്നെ വാട്ട് ഈസ് അപ്പിയറി? The place where bees are reared is called an apiary. Apiary means the place where bees are reared. എല്ലാവരും പഠിച്ചിന് ഇതെല്ലാം? ടെക്സ്റ്റ് നല്ലോണം വായിക്കണം. ഓക്കെ. എക്സ്ട്രാക്ഷൻ ഓഫ് ഹണി. എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഹണി? ആദ്യം എ ഫയർ ഇസ് ലിറ്റ് അണ്ടർ ദ ബീ ഹൈവ് ടു സ്കെയർ അവേ ദ ബീസ്. വൺസ് ദ ബീസ് ലീവ് ദ ഹൈവ് is removed.
ഹണി ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ കോംസ്. അതായത് ആദ്യം തീ കൊടുക്കുക ഇതിൻ്റെ അടിയിൽ, തേനീച്ചക്കൂട് ബീ ഹൈവിൻ്റെ അടിയിൽ തീ കൊടുക്കുക. അപ്പോൾ എല്ലാ ബീസും പറന്നു പോകും, പേടിച്ചിട്ടെല്ലാം പറന്നു പോകും. അപ്പം വൺസ് ആ ബീ എല്ലാം പോയി കഴിഞ്ഞാൽ ആ ഹൈവ്, ആ തേനീച്ചക്കൂട് മെല്ലെ വലിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഹണിയെല്ലാം ഉണ്ടാവും. ഹണിയെല്ലാം നല്ലോണം എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അതിൻ്റെ അകത്ത് നിന്ന് ഹണിയായിട്ട് മാറ്റുന്നത് അവർ. അപ്പോൾ ദീസ് ഓൾ വി ലേൺ അബൌട്ട് ഫ്ലവേഴ്സ്. Now what are the uses? We use flowers in different purposes, many places. So let us learn about that. Today our topic is flowers in our lives. First uses, flowers are used to decorate our homes. You can see we can decorate in different ways. We can keep the flower vase. പലതരത്തിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അത് വീട്ടിന് മുമ്പിൽ പൂക്കൾ വെക്കാം, വീട്ടിന് ഷോന് വെക്കാം, ഇല്ലെങ്കിൽ ടേബിൾ മേൽ വെക്കാം, ഫ്ലവർ വേസ് വെക്കാം. അങ്ങനെ പലതരത്തിൽ നമുക്ക് ഫ്ലവർ ഡെക്കറേറ്റ് ചെയ്യാം വീട്ടിൽ. ദെൻ പെറ്റൽസ് ഓഫ് ഫ്ലവേഴ്സ് ആർ യൂസ് ടു മേക്ക് രംഗോളിയൻ പൂക്കളം. അറിയില്ലേ, ഇപ്പോൾ ഓണമെല്ലാം വരുന്നതാണ്. അപ്പോൾ എന്താ ചെയ്യുക, പൂ കൊണ്ട് പൂക്കളം വരക്കും അല്ലേ. ഇപ്പം എല്ലാവരും ഇടാൻ തുടങ്ങിയിട്ടുണ്ടാവും, അത്തം മുതൽ ഇടാൻ തുടങ്ങൂലേ. ഇപ്പം വാങ്ങിക്കാനൊന്നും കിട്ടുന്നില്ല പൂവ്, എന്നാലും ഉള്ള പൂ വെച്ചിട്ട് അല്ലേ, വീടുകളിലും എല്ലാവരുടെയും ഉള്ള പൂ വെച്ചിട്ട് ഉണ്ട്. പണ്ടത്തെ ആ കാലം എല്ലാം ഓർമ്മ വരുന്നത്. പണ്ട് പോയി എല്ലാവരുടെയും പറിച്ച് കൊണ്ടുവന്ന്. ഇപ്പോൾ വീടുകളിലും പൂവില്ല, പിന്നെ വാങ്ങിക്കാൻ തീരെ കിട്ടില്ല ലോക്ക്ഡൗണിന് കാരണം. അപ്പോൾ ഉള്ള പൂ വെച്ചിട്ട് നമുക്ക് പൂക്കളം ഇടാം. നെക്സ്റ്റ്, മെനി വുമൻ വെയർ ഫ്ലവേഴ്സ് ഇൻ ദെയർ ഹെയർ. പെൺകുട്ടികൾ തലയിൽ ചൂടുന്ന പൂവ്, അത് കല്യാണ സമയത്ത് ഇല്ലെങ്കിൽ സാധാരണ അമ്പലത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ എല്ലാ സമയത്തും പൂ ചൂടും, അങ്ങനെ ഉപയോഗിക്കാം. മെൻ ആൻഡ് വിമൻ പിൻ ഇറ്റ് ടു ദെയർ കോട്ട്സ് ആൻഡ് ജാക്കറ്റ്സ് ഡ്യൂറിങ് സ്പെഷ്യൽ ഒക്കേഷൻസ്. കോട്ടുമ്മൽ വെക്കുന്നതാണ് പൂവ്, ഫ്ലവർ, റോസ്, പ്രത്യേകിച്ച് റോസാണ് വെക്കും, അത് എന്നും വെക്കാം. ഓക്കെ, അങ്ങനെ അതിന് ഉപയോഗിക്കാം. ഫ്ലവേഴ്സ് ആർ യൂസ്ഡ് ടു flowers are used to decorate our homes. Petals of flowers are used to make rangoli and pookalam. Many women wear flowers on the hair. The next is, we greet people with bouquets and garlands. അല്ലേ, എന്തെങ്കിലും ഒരു ഒക്കേഷൻ, ഇപ്പം ഒരു ഇനോഗ്രേഷൻ, ആരെങ്കിലും വന്ന് ഇനോഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ വെൽക്കം ചെയ്യുന്നത് ബൊക്കെ കൊടുത്തിട്ട്, മാല കൊടുത്തിട്ട്, പൂമാല കൊടുത്തിട്ട്, പൂമാല ചൂടിയിട്ടാണ് അവരെ നമ്മൾ വെൽക്കം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുക. പിന്നെ ഇപ്പോൾ സ്കൂളിലെല്ലാം കണ്ടിട്ടില്ലേ, ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ കുട്ടികൾ പൂവ് ബുക്കെ കൊടുക്കുന്നത്, അതാണ് പൂ കൊണ്ടുണ്ടാക്കിയ ബുക്കെയാണ് കൊടുക്കുക. നെക്സ്റ്റ്, സ്വീറ്റ് സ്മെല്ലിംഗ് ഫ്ലവേഴ്സ് സച്ച് ആസ് ജാസ്മിൻ ആൻഡ് റോസ് ആർ യൂസ് ടു മേക്ക് പെർഫ്യൂംസ്. അത് നോക്കിക്കോ, റോസ്, ജാസ്മിൻ, അതുകൊണ്ട് പെർഫ്യൂംസ് ഉണ്ടാക്കാറുണ്ട്. പെർഫ്യൂംസ് ഉണ്ടാക്കാൻ പറ്റും. സ്വീറ്റ് സ്മെല്ലിംഗ് ഫ്ലവേഴ്സ് ആർ യൂസ് ടു സ്വീറ്റ് സ്മെല്ലിംഗ് ഫ്ലവേഴ്സ് ലൈക്ക് ജാസ്മിൻ ആൻഡ് റോസ് ആർ യൂസ് ടു മേക്ക് പെർഫ്യൂംസ്. പെർഫ്യൂംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സം പീപ്പിൾ ഡെക്കറേറ്റ് ദ ഐഡൽസ് ഓഫ് ഗോഡ്സ് വിത്ത് ഗാർലൻഡ്സ് ആൻഡ് ഫ്ലവേഴ്സ് സച്ച് ആസ് റോസ് ആൻഡ് മാരിഗോൾഡ്, എസ്പെഷ്യലി ഓൺ റിലീജിയസ് ഫെസ്റ്റിവൽസ്. അല്ലേ, പൂജകളിൽ ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്റ്റാച്യുവിൻ്റെ മേലെ പൂമാല ചൂടിയിട്ടും, പിന്നെ അവരെ പൂജിക്കാൻ വേണ്ടിയിട്ട്, പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് പൂവായി യൂസ് ചെയ്യുന്നത്, ലൈക്ക് റോസ്, മാരിഗോൾഡ്, അതെല്ലാം ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ആർട്ടിസ്റ്റ് യൂസ് ഫ്ലവർ ഡിസൈൻ called floral motifs on pottery, fabrics, jewelry, embroidery and wall paintings. ഇതിൽ പൂവല്ല, പൂവിൻ്റെ ആ ഡിസൈനാണ് ഉപയോഗിക്കുന്നത്. അതിനെയാണ് പറയുക ഫ്ലോറൽ മോട്ടിവ്സ്.
Artists used flower designs called floral motifs on pottery, മണ്ണിനെ കൊണ്ടുണ്ടാക്കിയതിന്, ഫാബ്രിക്സ്, പെയിൻറ്റിങ് വരക്കുന്നതിൽ ഫാബ്രിക്സ്, ജ്വല്ലറി, സ്വർണ്ണ, ഇതിനകത്ത് പൂവിൻ്റെ ഡിസൈൻ കൊടുത്തിട്ട്, പിന്നെ എംബ്രോയ്ഡറി, വാൾ പെയിൻറ്റിങ്, ഇതിലെല്ലാം ആർട്ടിസ്റ്റ് ഫ്ലവർ ഡിസൈൻ യൂസ് ചെയ്യുന്നത്. അത് അതിനെന്താ പറയുക, ഫ്ലോറൽ മോട്ടിവ്സ് ഫ്ലവർ ഡിസൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നതാണ്. ഇതെല്ലാം ഒന്ന് വീടും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് ഐ യൂസ് ടു ഡെക്കറേറ്റ് അവർ ഹോംസ്. പിന്നെ പൂക്കളം വരക്കാൻ വേണ്ടിയിട്ട് പെറ്റൽസ് ഓഫ് ഫ്ലവേഴ്സ് ഐ യൂസ് ടു മേക്ക് രംഗോളി ആൻഡ് പൂക്കളം. തേർഡ്, വിമൻ വെയർ ഫ്ലവേഴ്സ് ഓൺ ദെയർ ഹെയർ. പിന്നെ മെൻ ആൻഡ് വിമൻ പിൻ ഇറ്റ് ടു ദെയർ കോട്ട് ആൻഡ് ജാക്കറ്റ് ഡ്യൂറിങ് സ്പെഷ്യൽ ഒക്കേഷൻ. വി ഗ്രീറ്റ് പീപ്പിൾ വിത്ത് ബൊക്കറ്റ്സ് ആൻഡ് ഗാർലൻഡ്സ്. ബൊക്കയും ഗാർലൻഡ് കൊടുത്തിട്ട് നമ്മൾ വെൽക്കം ചെയ്യും. സ്വീറ്റ് സ്മെല്ലിംഗ് ഫ്ലവേഴ്സ് സച്ച് ആസ് ജാസ്മിൻ, റോസ് ഐ യൂസ് ടു മേക്ക് പെർഫ്യൂം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. സം പീപ്പിൾ ഡെക്കറേറ്റ് ദ ഐഡൽസ് ഓഫ് ഗോഡ്സ് വിത്ത് ഗാർലൻഡ്. മാല വെച്ചിട്ട് പൂജ ചെയ്യാറുണ്ട്. ദൈവത്തിൻ്റെ സ്റ്റാച്യൂവിന് മാല അല്ലെങ്കിൽ പൂക്കളെല്ലാം ഉപയോഗിച്ചിട്ട് പൂജിക്കാറുണ്ട് നമ്മൾ. പിന്നെ ആർട്ടിസ്റ്റ് യൂസ് ഫ്ലവർ ഡിസൈൻ കോൾഡ് ഫ്ലോറൽ മോട്ടിവ്സ് ഓൺ പോട്ടറി, ഫാബ്രിക്സ്, ജ്വല്ലറി, എംബ്രോയ്ഡറി ആൻഡ് വാൾ പെയിൻറ്റിങ്, ഇതിനെല്ലാം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പല തരത്തിലുള്ള ഉപയോഗമുണ്ട് നമുക്ക് ഫ്ലവേഴ്സിൻ്റെ. ഇനി ഫ്ലവേഴ്സ് ആസ് ഫുഡായിട്ട് ഉപയോഗിക്കുന്ന ഫ്ലവേഴ്സ് ഏതെല്ലാം പ്ലാന്റിൽ നമുക്ക് ഫ്ലവർ നമ്മൾ ഫുഡായിട്ട് ഉപയോഗിക്കുന്നത് എന്തെല്ലാം? ഒന്നാമത്തത്, സം ഫ്ലവേഴ്സ് ആർ ഈറ്റൻ. ചില ഫ്ലവേഴ്സ് നമ്മൾ തിന്നു. എന്തെല്ലാമാണ്? ഫ്ലവേഴ്സ് ഓഫ് ബനാനേൻ്റെ കണ്ടില്ലേ ഇത് കൂമ്പ്, അത് നമ്മൾ കഴിക്കാറുണ്ട്. ഫ്ലവേഴ്സ് ഓഫ് ബനാന, കൂമ്പ് എന്ന് പറയുക. ആൻഡ് പംകിൻ പ്ലാന്റ്സ് ആർ കുക്ക്ഡ്. പംകിൻ പ്ലാന്റ് ഫ്ലവർ അതെല്ലാവർക്കും അറിയില്ലായിരിക്കും, പക്ഷെ അത് ഒരു സ്ക്വാഷ് ഉണ്ടാക്കാനും അതിനെല്ലാം ഉപയോഗിക്കുന്നതാണ്. ആൻഡ് ഈറ്റൻ ആസ് വെജിറ്റബിൾ, അതൊരു വെജിറ്റബിളായിട്ടും നമ്മൾ ഉപയോഗിക്കും. ഫ്രൂട്ടായിട്ടും, ആ ഫ്രൂട്ട് നമ്മൾ എന്തായിട്ടാണ് വെജിറ്റബിളായിട്ടും, പിന്നെ ആ പംകിൻ പ്ലാന്റ് കുക്ക് ചെയ്യാനും സ്ക്വാഷ് ഉണ്ടാക്കി കുടിക്കാനും ഉപയോഗിക്കാറുണ്ട്. വെജിറ്റബിൾസ് സച്ച് ആസ് കോളിഫ്ലവർ ആൻഡ് ബ്രോക്കോളി ആർ ആക്ച്വലി ഫ്ലവേഴ്സ്. അതെല്ലാം ഫ്ലവറാണ്, പക്ഷെ നമ്മളത് ആഹാരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം വെജിറ്റബിൾസ് ആസ് കോളിഫ്ലവർ ആൻഡ് ബ്രോക്കോളി. പിന്നെ certain സ്പൈസസ് സച്ച് ആസ് ക്ലോവ് കം ഫ്രം ഫ്ലവർ ബഡ്സ്. ചില സ്പൈസ് ലൈക്ക് ക്ലോവ്, അത് ഫ്ലവർ ബഡ്സ് നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഫ്ലവർ ബഡ്സ് ഒരു പൂവ് മുട്ടായിട്ടുള്ള അതിൻ്റെ അകത്തുനിന്നാണ് നമുക്ക് സ്പൈസസ്, ക്ലോവെല്ലാം കിട്ടുന്നത്, ഏലക്കായ്. ഇനി സാഫ്രൺ ഫ്രം ദ ക്രോക്കസ് ഫ്ലവർ. അത് ഇവിടെ ഇന്ത്യയിലൊന്നും കിട്ടില്ല, പക്ഷേ പുറമേ രാജ്യങ്ങളിൽ സാഫ്രൺ ഫ്രം ദ ക്രോക്കസ് ഫ്ലവർ ആൻഡ് റോസ് വാട്ടർ prepared from the rose petals is used in cooking for their fragrance and flavor. Rose petals taste sweet. ഇത് നോക്കിക്കോളൂ, സാഫ്രൺ എങ്ങനെയാണ് ക്രോക്കസ് ഫ്ലവേഴ്സിന് എടുക്കുന്നത്. പിന്നെ റോസ് വാട്ടർ നിന്നാണ് റോസ് പെറ്റൽസ്, അതിൽ നിന്നാണ് റോസ് വാട്ടർ ഉപയോഗിക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് ഇത് കുക്കിങ്ങിന് ഉപയോഗിക്കാം. ആൻഡ് ഫ്ലേവർ, അതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ റോസ് പെറ്റൽസ് ടേസ്റ്റ് സ്വീറ്റ്, മധുരക്കുന്ന സംഭവമാണ്, അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെ പല ഉപയോഗങ്ങളുണ്ട് ഫ്ലവേഴ്സിൻ്റെ. ഫുഡായിട്ട് ഉപയോഗിക്കുന്ന പല. സാഫ്രൺ അറിയാമല്ലോ, സാഫ്രൺ ഇതിന് ഭക്ഷണത്തിലെല്ലാം ഉപയോഗിക്കുന്ന സംഭവമാണ്. ഇനി ഫ്ലവേഴ്സ് ഫോർ സെയിൽ, ഇത് വിൽക്കാനും ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ്? Nowadays flowers are especially grown for sale in the market. അത് കൂടുതലായിട്ട് വിൽക്കാനാണ് ഉപയോഗിക്കുന്നത് മാർക്കറ്റിൽ. എ പേഴ്സൺ ഹു സെൽസ് ഫ്ലവേഴ്സ് ഈസ് കോൾഡ് എ ഫ്ലോറിസ്റ്റ്. ഒരു ആൾ പൂക്കൾ വിൽക്കുന്ന ഒരാളെ ഫ്ലോറിസ്റ്റ് എന്ന് പറയും. ഫ്ലോറിസ്റ്റ് മേക്ക് ലവ്ലി ബുക്കറ്റ്സ് ആൻഡ് ഗാർലൻഡ്സ്. ഫ്ലോറിസ്റ്റ് എന്താ ചെയ്യുക?
നല്ല ഭംഗിയുള്ള ബൊക്കേറ്റും ഗാർലനും ഉണ്ടാക്കും. These flowers are either grown locally or brought from far away places. ഈ ഫ്ലവേഴ്സ് ഇവിടെ നാട്ടിൻപുറത്ത് തന്നെ വളരുന്ന പൂക്കളുണ്ട്. ചിലത് പുറമെ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. Flowers such as rose, carnation, marigold and gladioli are common sold by florists. ഈ പൂക്കളാണ് അധികമായിട്ട് ഫ്ലോറിസ്റ്റ് വിൽക്കുന്നത്. അപ്പോൾ ഫ്ലോറിസ്റ്റ് എന്നാണ് എ പേഴ്സൺ ഹു സെൽസ് ഫ്ലവേഴ്സ് ഈസ് കോൾഡ് ഫ്ലോറിസ്റ്റ്. അപ്പോൾ പുതിയ പേരുകളെല്ലാം പഠിച്ചിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ. നല്ലോണം സ്പെല്ലിങ് പഠിക്കുക, ടെക്സ്റ്റ് നല്ലോണം വായിക്കുക. വായിച്ച് പഠിക്കുമ്പോൾ തനിയെ എല്ലാം ഒരു 3-4 പ്രാവശ്യം വായിച്ചാൽ തന്നെ എല്ലാം ബൈ ഹാർട്ടാവും. നിങ്ങളിങ്ങനെ ഇതാക്കണ്ട, 3-4 പ്രാവശ്യം ടെക്സ്റ്റ് നല്ലോണം വായിച്ചാൽ മതി. ഇതിന് തന്നെ എല്ലാം ഉണ്ട് ടെക്സ്റ്റ് തന്നെ. വാട്ട് ഈസ് ഫ്ലോറിസ്റ്റ്, വാട്ട് ഈസ് അപ്പിയറിസ്റ്റ്, വാട്ട് ഈസ് അപ്പിയറി, what are the uses of flowers, everything is there in this chapter. Okay, just revise it in a nutshell. Flowers are the most beautiful part of a plant. A bud blossoms into a flower and a flower grows into a fruit. First in the flowers are the important part of a plant. Or part ആണ് പ്ലാന്റിൻ്റെ most beautiful part of a plant. സെക്കൻഡ്, എ ബഡ് ബ്ലോസംസ് ഇൻ ടു എ ഫ്ലവർ. ഒരു ചെറിയൊരു ബഡാണ്, മൊട്ടാണ് ഫ്ലവറായിട്ട് മാറുന്നത്. ആ ഫ്ലവറാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. ബീസ് മേക്ക് ഹണി ഫ്രം ദ നെക്ടർ ഓഫ് ഫ്ലവേഴ്സ്. ബീസാണ് ഹണി ഉണ്ടാക്കുന്നത്. എവിടുന്ന്? നെക്ടർ, ഫ്ലവേഴ്സിൽ നിന്ന് കിട്ടുന്ന നെക്ടറിൽ നിന്നാണ് ബീസ് ഹണി ആക്കുന്നത്. ആ സ്റ്റെപ്സ് എല്ലാം പഠിച്ചിട്ടില്ലേ? ബീ ഹൈവ് ഹാസ് തൗസൻഡ്സ് ഓഫ് സ്മോൾ ചേമ്പേഴ്സ് കോൾഡ് കോംസ്. ചെറിയൊരു ചേമ്പർ ഉണ്ട്, അതിനെ കോം എന്ന് പറയൂ. ബീ ഹൈവ്സ് താമസിക്കുന്ന ചെറിയ ചേമ്പേഴ്സ് ഉണ്ട്, അതിനെ കോംസ് എന്ന് പറയൂ. വി യൂസ് ഫ്ലവേഴ്സ് ടു ഡെക്കറേറ്റ് ഹോംസ്, ഇൻ കുക്കിംഗ് ആൻഡ് ടു മേക്ക് പെർഫ്യൂംസ്. എന്തിനെല്ലാം ഉപയോഗിക്കുന്നത്? ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഫ്ലവേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നുണ്ട്, കഴിക്കാൻ, പിന്നെ പെർഫ്യൂംസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പല ഉപയോഗങ്ങൾ പഠിച്ചു നമ്മൾ. നല്ലോണം ടെക്സ്റ്റ് വായിക്കുക, ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക. നെക്സ്റ്റ് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യൂട്ടി ഉണ്ടാവും. ഓക്കെ, നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.